നടത്തുന്ന ആളുകൾക്ക് എല്ലാം അങ്ങനെ നിർഭാഗ്യവശാൽ ചില ആളുകൾ അവരുടെ ഉദ്ദേശം ശുദ്ധമല്ല എന്നതിന് എത്രയോ തെളിവുകൾ അതൊന്നും കൂടെ പറയാൻ സമയമില്ല. കർശനമായി 10 മിനിറ്റ് എൻ്റെ സംസാരം കേൾക്കപ്പെടുന്നു. ദീനിന്റെ അർത്ഥമാണോ അത്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്ത് അങ്ങനെയാണോ? മുആദ് ഇമാമത്ത് നമ്മളെ കുറച്ച് നിങ്ങളുടെ റസൂലത്ത് ഓതി ചുരുക്കം പോലെ അതിനകത്ത് ചോദിച്ചത് നിസ്കരിക്കണം പ്രയാസം അനുഭവമുണ്ട്. അവിടെ പോകണം ഇവിടെ പോകണമെന്ന് വിചാരിച്ച് ജമാഅത്ത് വരാതെയാകും. ഇതാണ് ഉണ്ടാകാൻ പോകുന്ന കഠോരമാണ്. മൂസാ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് പോയി മണി വന്നപ്പോൾ ഇസ്രായേലിൽ പശുക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഹാറൂനിന്റെ കൂടെ ഹാറൂനിയെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂനിനെ ഏൽപ്പിച്ചിട്ടാണ് മൂസാനബി പോയത്. മണി വന്നപ്പോൾ ഇവർ പശുക്കുട്ടിയെ ആരാധിക്കണം. പശ്ചാത്തലം ഇവിടെ പറയുന്നത് സമയം മൂസാനബി ചോദിച്ചു കാക്കാനോട്, ഇക്കാക്കാനോട് ചോദിച്ചു, ജ്യേഷ്ഠ സഹോദരനായ പ്രവാചകനോട് ചോദിച്ചു, യാ ഹാറൂൻ മാ മനഅക ഇദ് റഅയ്തഹും ളല്ലു, യാ ഹാറൂൻ മാ മനഅക ഇദ് റഅയ്തഹും ളല്ലു അല്ലാ തത്തബിഅനി അഫഅസൈത അംരി قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. മൂസാ നബി റോഷാകുലനായി ശോഭനമായി തൗഹീദിനെ ലംഘിച്ചിരിക്കുന്നത് സ്വന്തം ജനത. അത് തൻ്റെ ഇക്കാക്കയായ ജ്യേഷ്ഠ സഹോദരനായ ഹാറൂൻ നബിയുടെ സാന്നിധ്യത്തിലും സാക്ഷ്യത്തിലും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിപദ്ധത്തിലും വെച്ച് ജ്യേഷ്ഠനോട് നേരിട്ട് ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, ക്രോധം ക്ഷമിക്കാതെ സഹിക്കാതെ സോഫ്റ്റാകാതെ മൂസാ നബി അലൈഹിസ്സലാം കാക്കാന്റെ തലയും താടിയും പിടിച്ചു. ഹാറൂൻ നബി അലൈഹിസ്സലാം അപേക്ഷിച്ചു, യാ ഇബ്ന ഉമ്മ ലാ തഖുൽ ബിലിഹിയതി വലാ ബിറഅസി ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീല വലം തഖുൽ ഖൗലി. കാക്കന്നെ തടസ്സം ചെയ്തിരുന്നുവെങ്കിൽ അവർ 2 ചേരിയായിരിക്കും. അപ്പൊ നിങ്ങൾ എന്നെ ആക്ഷേപിക്കും, എന്തുകൊണ്ട് നമ്മുടെ കൗമിനെ നീ 2 ചേരിയാക്കി? എന്നെ ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീല വലം തഖുൽ ഖൗലി. സംഗതി വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൗലിക അടിസ്ഥാന സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ ചിത്രതയുണ്ടാക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ചിത്രതയുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കൽ മുനാഫിഖുകളുടെ ലക്ഷണമാണ് ഖുർആനിൽ വായിക്കാൻ കഴിയും. വല്ലദീന ഇത്തഖദു മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ വഇർസാദൻ ലിമൻ തഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ വയഖൂലൂന ഇൻ അറദ്നാ ഇല്ല അൽ-ഹുസ്നാ വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. സതുദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത് എന്നവരെ ഘോരം പ്രസംഗിച്ചു നടക്കും. മുനാഫിഖുകളുടെ ആസ്ഥാനമായിരുന്നു മസ്ജിദുൽ ളിറാർ, പള്ളിയുണ്ടാക്കിയത്. മുത്തനബിനെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു. അല്ലാഹു പ്രതിരോധിച്ചു. ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതطهറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അത് കത്തിക്കാൻ പറഞ്ഞു. മുസ്ലിമീങ്ങളെ ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച ആസ്ഥാനമായ ഹെഡ് ഓഫീസായ മസ്ജിദുൽ ളിറാർ കത്തിക്കാൻ നിമിത്ത പറഞ്ഞു. സഹാബികൾ പോയി കത്തിച്ചു. അങ്ങനെയാണ് ആ ശബ്ദം അവസാനിച്ചത്. നമ്മുടെ സമൂഹത്തിൽ സമസ്ത കേരള എല്ലാ മനസ്സാധനങ്ങളിലും വിവിധ നടപടികൾ നടക്കാറുണ്ട്. ആ കമ്മിറ്റി തീരുമാനങ്ങളനുസരിച്ചാണ് നടക്കാറുള്ളത്. ന്യായങ്ങളെയും മറ്റു സാധനങ്ങളൊക്കെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിഷേധമാണല്ല. അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റായിരുന്നു, മാറി. അദ്ദേഹം പ്രതിഷേധിക്കാൻ ആളെ വിളിച്ചിട്ടില്ല. ഇവിടെയും അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു, അദ്ദേഹം മാറി.
ഇലാഖിരിഹ ഒരുപാട് ഉദാഹരണങ്ങൾ. എൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 35 സെക്കൻഡ് ആയിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഘടനയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ അല്ലാഹു രൂഢമൂലമാക്കുമാറാകട്ടെ. അങ്ങനെ ദുആ ചെയ്യണം. പിന്നെ ലീഗാണ് ഇതിലുള്ളതെന്ന് ഒരാരോപണം പണ്ട് മുതലേ ഉള്ളതാണോ? ലീഗുകാർ പണ്ട് മുതലേ സമസ്തയിലുള്ളവരാണ്. ലീഗാരോട് ഒരേ സമസ്യയിൽ മാറ്റിയില്ല. സമസ്ത കേരള മുസ്ലിമീങ്ങളുടെ സർവതോമുഖമായ ഉത്കർഷത്തിലുള്ള സംഘടനയാണ്. മുസ്ലിമീങ്ങൾ മുസ്ലിം ലീഗൊക്കെ മുസ്ലിംമാരുണ്ടാകാം. അവർ സമസ്തന്റെ കൂടെ മുസ്ലിയാർ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പുള്ള മുസ്ലിയാരാണ്. പവിത്രനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് മുസ്ലിം ലീഗിന് വേണ്ടി ശക്തമായി ശബ്ദിച്ചിരുന്ന ആളാണ്. ആളുകളോടെ പ്രസംഗിക്കാതെ മാത്രം കെ മുഹമ്മദ് ഹുസൈൻ, കെ സി ജമാലുദ്ദീൻ ഹുസൈനും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായ ചിലർ ശബ്ദം കെട്ടി ഏർപ്പാടുകൾ സംവിധാനിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഊഹാലോചനകൾ നടന്നുകൂടി. യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ സ്വർഗത്തിൽ വിശ്വസിക്കുന്നില്ല, പിണറായിയെ സ്വർഗത്തിൽ വിശ്വസിക്കുന്ന വെളിയുന്നത് കൂട്ടാണ്. സ്വർഗത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ. ഇർഫാൻ അലൈഹിസ്സലാം എന്ന മകന്റെ കാവലിൽ നിൽക്കുന്ന ഒരു പ്രത്യേക സ്വർഗം, അതാണ് മുസ്ലിമീങ്ങളുടെ സ്വർഗം. ഈ പറഞ്ഞ എല്ലാവരും വിശ്വസിക്കുന്നില്ല. അപ്പൊ മുസ്ലിമീങ്ങളെ ചിത്രിപ്പിക്കുവാൻ ഭിന്നിപ്പിക്കുവാൻ രണ്ട് ചേരികൾ